Bachelor of Ayurvedic Medicine and Surgery, BAMS. ആക്ച്വലി 4-5 വർഷങ്ങൾക്ക് മുമ്പ്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2018-19 ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഒരു കീയാണ് ഹൗ ടു ഗെറ്റ് ജോബ് ഇൻ ഒമാൻ, അല്ലെങ്കിൽ ഹൗ ടു ക്ലിയർ ദ MOH എക്സാം ഇൻ മസ്കറ്റ് ഒരു GCC. ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഈവൻ ഫേസ്ബുക്ക് സെർച്ച് ചെയ്തു. തപ്പി ഞാനൊരു സൈഡായി. എവിടെയും ഒരു മീൻസ് ഒരാളും ഒരു ഹെൽപ്പിനില്ല. എന്തായിരിക്കും ഇവിടെ, എങ്ങനെയായിരിക്കും എക്സാം, അതിന് സെപ്പറേറ്റ് കോച്ചിങ്ങിന് പോകേണ്ടതുണ്ടോ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര എക്സ്പീരിയൻസ് വേണം, എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനെ ഒരു 100,000 സംശയങ്ങളുണ്ടായിരുന്നു. എൻ്റെ കോളേജിൽ തന്നെ മീൻസ് എൻ്റെ പരിചയത്തിലുള്ള ആരും, എൻ്റെ പരിചയത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ആരും തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്കൊരാളുടെ ചോദിക്കാൻ പറ്റുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് തപ്പിയപ്പം ഫേസ്ബുക്കിൽ നിന്ന് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു പേര് കാവേരി എന്നെന്തോ പറയുന്ന ഒരു ഡോക്ടറിൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ കിട്ടി. ഞാൻ ആളായിട്ട് ഒരു രീതിയിലും പരിചയമില്ല. അപ്പം മീൻസ് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻ യു ടെൽ മീ ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദി GCC എക്സാം ആൻഡ് ഓൾ എന്നൊക്കെ. ആള് ദുബായ് ആയിരുന്നു. ഞാൻ നോക്കിയിരുന്നത് ഒമാൻ ആയിരുന്നെങ്കിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു അറിവ് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആള് അത് കണ്ടൊന്നുമില്ല, റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചതാണ് ഒരേ ഒരാൾ എനിക്ക് എല്ലാം ഒന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഇത്തിരി സമാധാനം കിട്ടുമായിരുന്നു, ഒന്ന് എന്നെ ഒന്ന് ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു 4 വർഷം ആവണം ഞാനിവിടെ ഒമാനിൽ വർക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നവരും ജൂനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയവരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് ഓരോരുത്തർ വരാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് എനിക്കറിയാം ആ ഒരു സിറ്റുവേഷൻ എന്താണ്. എല്ലാവരും തന്നെ ഭയങ്കര സങ്കടത്തിലാവും മെസ്സേജ് അയക്കുക. അതായത് നാട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു സാലറി കിട്ടുന്നില്ല, പ്രോപ്പർ റെസ്പെക്റ്റ് കിട്ടുന്നില്ല, നമ്മുടെ പ്രൊഫഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതോ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കണോ, മെഡിക്കൽ കോഡിങ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ, അതോ ഈ പ്രൊഫഷനെ മാറി വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ചൂസ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊക്കെ അവരെ ഞാൻ കാണുന്നത് എന്നെ തന്നെ ആയിട്ടാണ്. കാരണം 4-5 വർഷം മുമ്പ് ഞാൻ അവരുടെ സിറ്റുവേഷനിൽ നിന്നത്. അന്ന് ആരും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നില്ല. അപ്പം അന്ന് എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേജ് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്ന എല്ലാവരെയും ഞാൻ വളരെ നന്നായിട്ട് ബിഗിനിങ് മുതൽ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എക്സാം എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ചോദിക്കുക, എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എനിക്ക് അറിയാത്ത ചിലവർ ഖത്തർ അല്ലെങ്കിൽ സൗദി ഒക്കെ വേണ്ടവരാണെങ്കിൽ എനിക്കറിയുന്ന ജനറൽ നോളേജും പിന്നെ എനിക്ക് പരിചയമുള്ള അവിടെ ഡോക്ടേഴ്സിൻ്റെ നമ്പറോ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി ഞാൻ ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം ആക്ച്വലി ഞാൻ ആ ഒരു കാര്യത്തിൽ പ്രൗഡാണ്. നമ്മൾ കാരണം ഒരാളുടെ മൈൻഡ് റിലാക്സ്ഡ് ആവുക, നമ്മൾ കാരണം ഒരാൾക്കൊരു വേ അവരുടെ വേ അത് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് തരുന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്ന എല്ലാവരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഞാനിവിടെ ഒരു ഡോക്ടറായിട്ട് കയറി കഴിഞ്ഞ് ഒരു വീഡിയോ എടുത്ത് വെക്കണം ഒരു യൂട്യൂബിൽ. അന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു യൂട്യൂബ് എടുത്ത് എന്തായാലും വെക്കണം യൂട്യൂബിൽ. എത്ര പേര് തപ്പുന്നുണ്ടാവും ഇങ്ങനെ എന്താണെന്നുള്ളത്. അപ്പം എല്ലാവർക്കും പിന്നെ എന്നോട് ചോദിക്കുമ്പോഴായാലും എനിക്കും തന്നെ എല്ലാവരോടും ഒരു 1.5-2 മണിക്കൂർ പോലെ അത്രയും നീണ്ട് പറയാൻ എനിക്കും കഴിയില്ല. പലരോടും ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്ത വോയിസ് അതേപോലെ എടുത്ത് ഫോർവേഡ് ചെയ്ത് അയച്ചു കൊടുക്കാറാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചിരുന്നു എന്നെങ്കിലും യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടാക്കി വേറെ ഒന്നും അല്ലെങ്കിലും ഇതിടണം, ഇനിയുള്ളവർക്കെങ്കിലും ഇത് മീൻസ് തപ്പി നടക്കാതെ കറക്റ്റ് ഒരു ഇത് കിട്ടണം. ഇപ്പോഴും തന്നെ ഒന്ന് തപ്പി നോക്കൂ, എവിടെയില്ല. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഹൗ ടു അപ്ലൈ എക്സാം ഇൻ ഒമാനോ അല്ലെങ്കിൽ GCC, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എങ്ങനത്തെ എക്സ്പീരിയൻസ് വേണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക, ഏതൊക്കെയാണ് പഠിക്കണം, അങ്ങനെ ഒന്ന് നോക്കി ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂട്യൂബ് ചാനൽ പോലെയൊന്നും ഞാനിത് തീരുമാനിച്ചിട്ടില്ല. ബട്ട് എങ്കിലും എന്തൊക്കെയോ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ഞാൻ ഇടേണ്ടത്. ആസ് എ ആയുർവേദിക് ഫിസിഷ്യൻ ഈ വീഡിയോ ആണ് ഞാൻ ഇടേണ്ടത് എന്നുള്ളത് എനിക്ക് ആക്ച്വലി റിയലൈസ് ആയി. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ എടുക്കുവാണ്. എനിക്കിപ്പോൾ തന്നെ ഇത് എല്ലാവരോടും പറയണം. സോ എനിബഡി വെയിറ്റിംഗ് ഫോർ മൈ വീഡിയോ, കം ആരെങ്കിലും GCC, എസ്പെഷ്യലി ഞാൻ മൊത്തം GCCൻ്റെത് എനിക്ക് പറയാൻ അറിയുമെന്ന് എനിക്കറിയില്ല.
ഒമാനിലുള്ളത് എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ പോലെ എനിക്ക് പറയാൻ അറിയും. ബാക്കി GCC കൺട്രീസിൽ എനിക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട്, ബട്ട് എക്സാക്റ്റ് എനിക്കറിയില്ല, കാരണം എപ്പോഴും റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് കറക്റ്റായിട്ടും ഞാൻ ഫോളോ ചെയ്ത, ഞാൻ മസ്കറ്റിൽ വന്ന ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് വൺ, മൂവിങ് ടു, സോ നമുക്ക് പോവാം. ഇത് ആക്ച്വലി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, എനിക്കത് ചുരുക്കണ്ട. ബിക്കോസ് ഇനി ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും, അത്ര എനിക്ക് വേണ്ടു. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പറയാം. സോ BAMSുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്തവർ സ്കിപ്പ് അത്രേ പറയാൻ പറ്റും. ബിക്കോസ് എനിക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയണം. സോ ഫസ്റ്റ് മെയിൻ തിങ്, എക്സ്പീരിയൻസ്. ആദ്യം നിങ്ങൾ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ BAMS കംപ്ലീറ്റ് ചെയ്യണം വിത്ത് ഹൗസ് ഏജൻസി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 വർഷത്തെ ഹൗസ് ഏജൻസി ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി എല്ലാവരും നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ ചെയ്യുക. ഇനി പുറത്ത് പഠിച്ചവരൊക്കെ ആണെങ്കിൽ ഇവിടെ നാട്ടിൽ വന്നിട്ടും ചെയ്യണവരുണ്ട്. എങ്ങനെ ചെയ്താലും 1 വർഷം ഹൗസ് ഏജൻസി. ആ 1 വർഷം നിങ്ങളുടെ 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടും. ഓക്കെ, സോ ആ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒരു സൈഡിൽ വെക്കുക. ഇവിടെ എക്സാം എഴുതാൻ വേണ്ടത് നിങ്ങൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 3 ഇയർ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടുത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാവർക്കും ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഹൗസ് ഏജൻസി 1 വർഷം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റിക്കഴിഞ്ഞാൽ അത് ഓക്കെ, പിന്നെ അവർക്ക് ടെൻഷനൊന്നുമില്ല. ഫസ്റ്റ് 1 വർഷം ഹൗസ് ഏജൻസി, അതിനുശേഷം 2 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നു, 3 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണ്. അതല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണത്. ഹൗസ് ഏജൻസി ആ 1 വർഷം, അതിനുശേഷം നിങ്ങൾ 1 വർഷം നിങ്ങൾ വർക്ക് ചെയ്തെന്ന് വെക്കുക. പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പ് നിങ്ങൾ എടുത്തു, പിന്നെ 1 വർഷം നിങ്ങൾ എക്സ്പീരിയൻസ്, പിന്നെ 1 വർഷം നിങ്ങൾ വർക്ക് ചെയ്തു. അങ്ങനെ നിങ്ങൾ 3 ഇയേഴ്സ് ആക്കി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഫ്ലോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷന് ബുദ്ധിമുട്ടാവും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങളിപ്പം ഇന്ന് മുതലാണ് എനിക്ക് GCCയിലേക്ക് ഞാൻ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് മുമ്പിലുള്ള എക്സ്പീരിയൻസ് ആണ് നോക്കേണ്ടത്. ഇപ്പം ജൂണിൽ ഞാൻ ജോലിക്ക് ചേരുകയാണെന്നുണ്ടെങ്കിൽ ജനുവരിൻ്റെ അടുത്തൊരു മാക്സിമം 6 മന്ത് ബിഫോറുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്ന് പറയല്ല, അതല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും സേഫ് സൈഡാണ് ഞാൻ പറഞ്ഞത്. ഡാറ്റ ഫ്ലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ടൊക്കെ വരണം, അതിൽ വേറെ നൂലമാലയൊന്നും ഇല്ലാതെ ക്ലിയർ ആവണം എന്നുള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് 6 മന്തിന് ഉള്ളിലുള്ള 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ആ ഹൗസ് ഏജൻസി ആ 1 ഇയർ മുൻപ് എടുത്തതും പിന്നെയുള്ള 2 ഇയേഴ്സും റീസെൻറ്റ് 6 മന്ത് ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഹൗസ് ഏജൻസി എന്തായാലും നമുക്ക് 6 മന്ത് ബിഫോർ കിട്ടില്ലല്ലോ, അതെന്തായാലും 1 ഇയർ. പിന്നെയുള്ള എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ നോക്കുക. അങ്ങനെ. സോ ഫസ്റ്റത്തെ പോയിന്റ് കഴിഞ്ഞിരിക്കുന്നു, 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, സെക്കൻഡ് വൺ മീൻസ് ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരം സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഓൺലൈൻ വെരിഫിക്കേഷൻ ആയുള്ള ആ പ്രോസസ്സിനെയാണ് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ എന്ന് പറയുക. അതായത് ഇപ്പം ഒമാനിൽ പറയുകയാണെങ്കിൽ OMSB, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ്, അവരുടെ അണ്ടറിലുള്ള വെബ്സൈറ്റ് വഴിയാണ് ഡാറ്റ ഫ്ലോ നടത്തുക. അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റ്സ് വെച്ചാൽ SSLC, +2, നമ്മുടെ 6 വർഷത്തെ ഈ BMS പഠനകാലത്തുള്ള എല്ലാ വർഷത്തെയും മാർക്ക് ലിസ്റ്റുകൾ, നിങ്ങൾ സപ്ലിമെൻ്ററി എഴുതിക്കണമെങ്കിൽ അത് പാസ്സായ മാർക്ക് ലിസ്റ്റുകൾ, പിന്നെ അത് കഴിഞ്ഞ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഹൗസ് ഏജൻസി സർട്ടിഫിക്കറ്റ്സ്, 3 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ അവർ ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോട്ടോ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും വെരിഫിക്കേഷൻ പ്രോസസ്സിനെയാണ് ഈ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ഡാറ്റ ഫ്ലോ നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ OMSBയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആ സൈറ്റിൽ കയറിയിട്ട് നമ്മളെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്, അവർ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പം എൻ്റെ ഒരു 2019 അല്ല, ഞാൻ 2021 ആ റേഞ്ചിലാണ്, 2021 സമയത്താണ് ഞാൻ ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്, കൊറോണ സമയത്ത്. ആ ഒരു കൊറോണ കഴിഞ്ഞ ഉടനെ. അപ്പോൾ ആ സമയത്ത് 100 റിയാലായിരുന്നു, ഒമാനി റിയൽ 100 റിയാലായിരുന്നു എക്സാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞു. സോ ഇപ്പം മേ ബി ഇത്തിരി കൂടുമായിരിക്കും. ഞാനിപ്പോൾ ഈ 100 റിയാൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു
സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എമൗണ്ട് ആണ്. ഇഫ് നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ 6 മാസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, അടുത്ത 6 മാസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, പിന്നെ സപ്ലിമെൻ്ററി പേപ്പേഴ്സ് കുറേ, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 100 റിയാലാണ് അതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. പിന്നെ ഡാറ്റ ഫ്ലോൻ്റെ റിസൾട്ട് വരുന്ന കാര്യം, നമ്മളിപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1 മന്ത് എടുക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ ചെക്കിങ്ങും വെരിഫിക്കേഷനും എല്ലാം കംപ്ലീറ്റ് ആയി നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 1 മന്ത് കിട്ടും. എനിക്ക് 1 month and 10 days ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു ബേസിക് ടൈം എന്ന് പറയുന്നത്. പിന്നെ മുൻപ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ചെയ്യണം, മാക്സിമം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാൻ നോക്കണം എന്നൊക്കെ ഉള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷനിൽ നിങ്ങളിപ്പം ഒരു ഹോസ്പിറ്റൽ 2020 മുതൽ 23 വരെ വർക്ക് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആ ഹോസ്പിറ്റലിനെ ത്രൂ ഫോൺ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമെയിൽ വഴി കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പം നമ്മൾ കൊടുത്ത ഡേറ്റിൽ ഈ പറയപ്പെടുന്ന ഡോക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് മെയിൽ കിട്ടണം. യെസ്, അതായത് ഈ ഡോക്ടർ ഇവിടെ ഈ സമയത്ത് വർക്ക് ചെയ്തിരുന്നു റെസ്പോണ്ട് മെയിൽ കിട്ടിയാൽ മാത്രമേ അവർ ആ ഒരു എക്സ്പീരിയൻസ് കോളത്തിന് ഗ്രീൻ ടിക്ക് ഇടുകയുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിത് ക്ലിയറായി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കിട്ടി, എല്ലാ വെരിഫിക്കേഷനും കിട്ടി. അൺലെസ് ഈ ഒരു എക്സ്പീരിയൻസ് ഭാഗത്ത് ടിക്ക് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്ലോ നെഗറ്റീവായിട്ടായിരിക്കും വരിക. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ചിലർ ചെയ്യും ഏതെങ്കിലും ഒരു ക്ലിനിക്കിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ഒക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ഫേക്ക് ചെയ്തോ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫേക്ക് ചെയ്യുന്നത് ഇപ്പോഴും നിലവിലുള്ള ഒരു ഹോസ്പിറ്റലാവണം, ഒരാൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു ഹോസ്പിറ്റലാവണം, മെയിൽ സെൻഡ് ചെയ്താൽ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാവണം. അപ്പം അങ്ങനത്തെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയോ, ഡസൻ മാറ്റർ. അത് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. ബട്ട് ഇപ്പം എല്ലാവരും ഒന്നും ഒറ്റ സ്ട്രെച്ച് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ 6 months ഒരു ക്ലിനിക്കിൽ, പിന്നെ 6 months ഒരു ക്ലിനിക്കിൽ, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ആസ് എ ഹോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ലെറ്റർ വെക്കുന്നതിന് പകരം നിങ്ങൾ ആ എക്സ്പീരിയൻസ് ലെറ്റർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് അത് അവർ വെരിഫൈ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലായിട്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഐ വിൽ സജസ്റ്റ് ദാറ്റ് ഓൺലി. സോ അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രൂവൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ റീസെൻറ്റും കൂടി ആകുമ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്കൂളിൽ നമ്മൾ ഇപ്പോൾ റീസെൻറ്റും കൂടി ആകുമ്പോൾ ഈ ഡാറ്റ ഫ്ലോൻ്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരത് ചെക്ക് ചെയ്ത് പറയണമെങ്കിൽ ഒരുപാട് ഇയർ മുമ്പത്തെ ആണെങ്കിൽ അവരും അതിലൊരു കറക്റ്റ് ഒരു റെസ്പോൺസ് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്ററാണെന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഡാറ്റ ഫ്ലോ അപ്ലൈ ചെയ്യുക, അവരത് മൊത്തം ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും, യൂണിവേഴ്സിറ്റിയിലേക്ക് ചെക്ക് ചെയ്യും. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഫ്ലോ വരും പോസിറ്റീവ്. അപ്പോൾ ഡാറ്റ ഫ്ലോ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാമാണ്. എക്സാം നമുക്ക് ആക്ച്വലി നമ്മൾ പോയി കഴിഞ്ഞാൽ ഡേറ്റ് എടുക്കണം ആദ്യം. അതായത് MOH പോയിട്ട് മിനിസ്ട്രിയിൽ പോയിട്ട് നമ്മൾ ഡേറ്റ് എടുക്കുക. ഡേറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 weeksനുള്ളിൽ കിട്ടും. അതല്ലെങ്കിൽ ഒരു 3 weeks to 4 weeksനുള്ളിൽ നമുക്ക് ഡേറ്റ് കിട്ടും. അന്ന് തന്നെയായിരിക്കും നമുക്ക് എക്സാം ആൻഡ് വൈവ ഉണ്ടാവുക. ഇനി എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ പല ടൈപ്പ് എക്സാംസ് ഉണ്ട്. MOH, DHA, അങ്ങനെ ഒരുപാട് അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട് ഓരോ ഏരിയനനുസരിച്ച്. എനിക്ക് ഒമാനിലെ എക്സാമിനെ കുറിച്ച് മാത്രമേ എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റൂ. ബിക്കോസ് അതാണ് എനിക്ക് കറക്റ്റ് എഴുതിയത്, ഞാൻ എഴുതിയത് അതാണ്. അതിനെക്കുറിച്ച് എനിക്ക് എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റൂ. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് ചെറിയൊരു അറിവേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ MOH എക്സാമാണ് ഇവിടെ ഒമാനിലുള്ളത്. ഞാൻ എഴുതിയത് അതായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാൻ കഴിയൂ. പിന്നെ വെറുതെ എക്സാം എന്ന് പറയുന്നതിന് പകരം ഞാൻ എഴുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നില്ല. മാത്രമല്ല ഞാൻ കുറച്ച് ടയേർഡും കൂടെ ആയി. ആദ്യമായിട്ടാണ് ഇത്ര ഒറ്റ സ്ട്രെച്ചിലൊക്കെ സംസാരിക്കുന്നത്. സോ അടുത്ത വീഡിയോ ആക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, stay tuned.